എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ അതേസമയം വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ പരിപ്പ് കറി ആയിട്ടാണ്. അപ്പം വ്യത്യസ്തമായ പരിപ്പ് കറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ബേസിക്കലി ദാൽ ഫ്രൈ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും അതേപോലെ തേങ്ങയൊന്നും അരക്കാത്തത് കൊണ്ട് തേങ്ങയൊക്കെ കിട്ടാൻ വിഷമമുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ട് പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഈ ദാൽ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വീട്ടിലുണ്ടാക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡിഷിലൊന്നാണ് ഈ ദാൽ ഫ്രൈ. നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തത്. ഇതൊരു 150 ഗ്രാം, അര ഗ്ലാസ് തുവരപ്പരിപ്പാണ്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു പച്ചമുളക്, അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില കുറച്ച് അധികം വേണം. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വേണം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പരിപ്പിനെ നന്നായിട്ട് വേവിക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഈ പരിപ്പ് കുക്കറിലിട്ട് ഒന്ന് വേവിക്കണം. പരിപ്പ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല, കാരണം നമ്മൾ ഇതൊരു 5 വിസിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ദാലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 5 വിസിൽ വന്ന് പ്രഷർ നല്ലോണം പോയതിനു ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് എടുത്തതാണിത്. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കടായി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുകും ജീരകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയൊക്കെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിയാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കറിയിൽ ആ ഒരു നന്നായിട്ട് പിടിച്ചിട്ട് ടേസ്റ്റ് വരുള്ളൂ. പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയും ചെയ്യണം. ഇതൊരു വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 എടുത്തത്. നിങ്ങളെ കയ്യിൽ ചെറുതാണുള്ളതെങ്കിൽ 2 3 ഒക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ചിലപ്പോൾ ഉള്ളിയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. എത്ര അധികം നിങ്ങൾ വഴറ്റുന്നോ അത്രയും കറീൻ്റെ ടേസ്റ്റ് കൂടും. കണ്ടോ, നന്നായിട്ട് വാടി വരുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് വേവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൊരു ദാൽ ഫ്രൈൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ആ സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം, അന്നേരം പെട്ടെന്ന് അങ്ങ് തിളച്ചോളും. ഈ കറി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നല്ല ടൈറ്റ് ആവും, ഗ്രേവി തിക്കായി വരും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഈ സമയത്ത് നിങ്ങളൊന്ന് കൺസിസ്റ്റൻസി ശരിയാക്കണം. അപ്പോൾ ഇപ്പം കാണുമ്പോൾ നമുക്ക് തോന്നും കറക്റ്റ് ആണെന്ന്, പക്ഷെ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിക്കണം. കാരണം ഇത് കുറച്ച് തണിയുമ്പം പിന്നെയും ഗ്രേവി തിക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ കറീൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിറച്ചും ചേർത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ദാൽ ഫ്രൈ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. കണ്ടോ? ഇനി നമുക്കിത് ഗ്യാസ് ഒന്ന് മാറ്റാം. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ നമ്മളെ പച്ചരി ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.